ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തികൾ വായിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളും ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന പ്രവർത്തികളെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റ്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14 മുതലായിരുന്നു നമ്മൾ ഇന്നലെ വായിച്ച് ചിന്തിച്ചത്. പത്രോസിൻ്റെ ഒരു പ്രസംഗം, അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ദൈവം അരുളി ചെയ്യുന്നു, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തം അഗ്നിയായും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇത് ഒരു വലിയൊരു പ്രവചനം, ജോയൽ പ്രവചനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് പത്രോസ് തൻ്റെ പ്രസംഗം പറയുന്നത്. എന്നാൽ ആ പൂർത്തീകരണം അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതൊരു കാലയളവ് ഉണ്ടാകുമെന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ നിരവധിയായ കാര്യങ്ങൾ, ആകാശവും ഭൂമിയിലും സംഭവിക്കുന്ന, ചന്ദ്രനിലും സൂര്യനിലൊക്കെ സംഭവിക്കുന്ന ചില വിശേഷങ്ങൾ, ചില വലിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ചന്ദ്രൻ രക്തമായി മാറുന്ന പ്രതിഭാസങ്ങൾ പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭൂമിയിലും ഇവിടെയെല്ലാം അടയാളങ്ങൾ സംഭവിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് തന്നിരിക്കുന്ന വ്യക്തമായ മുന്നറിയിപ്പുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ അനേക കാടുകൾ, പ്രത്യേകിച്ച് ആമസോൺ പോലെയുള്ള പല കാടുകളും കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെ അടയ്ക്കാൻ പോലും വലിയ പാടുപെടുന്ന അവസ്ഥ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് മുൻപ്, അവൻ്റെ വരവിന് മുൻപുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തു. അതിനുശേഷം അവൻ്റെ 2-ാം വരവിനുള്ള മുന്നറിയിപ്പ്, അത് ജോയൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരിക്കുമെന്ന് ഒരു വ്യക്തമായ സൂചന കൂടെ ഇവിടെ പത്രോസ് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു വചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവിടെ നമ്മൾ POC ബൈബിളിൻ്റെ പഴയ വെർഷനിൽ കാണുന്നത് അവസാന ദിവസങ്ങളിൽ എന്നാണ്. എന്നാൽ POC ബൈബിളിൻ്റെ പുതിയ വെർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അന്തിമ ദിനങ്ങളിൽ എന്നാണ് കാണുന്നത്. സത്യവേദപുസ്തകത്തിൽ അത് അന്തിമ കാലത്ത് എന്നാണ് കാണുന്നത്. എന്നാൽ ജോയൽ പ്രവചനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പത്രോസ് എന്തുകൊണ്ടാണ് ഇവിടെ അന്തിമ ദിവസങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ, അന്തിമ കാലത്ത് എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ഒരു ഗ്രീക്ക് വാക്ക് എന്തുകൊണ്ടാണ് പത്രോസ് യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ജോയൽ പ്രവചനം അതിൻ്റെ 2:28 സംഭവിച്ചു, അതിൻ്റെ പൂർത്തീകരണമാണ്, അതിൻ്റെ വെളിപ്പാടാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പത്രോസ് എടുത്തു പറയുമ്പം ജോയൽ ഒരിക്കലും തൻ്റെ ഹെബ്രായ ബൈബിളിൽ ഇങ്ങനെ അവസാന കാലമെന്നോ അന്ത്യകാലമെന്നോ സൂചിപ്പിക്കുന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പകരം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് നമ്മളവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ അഹെർ എന്ന് ഉച്ചരിക്കുന്ന ഒരു വാക്ക്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ആഫ്റ്റർ, അതിന് ശേഷം എന്നൊക്കെ പറയുന്ന, അതായത് ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് തൊട്ടടുത്ത് നടക്കുന്ന സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അതിന് ശേഷം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വാക്കാണ് പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെബ്രായ ബൈബിളിൽ ഇത് അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആദത്തിന് ശേഷം ഇന്നയാൾ, അല്ലെങ്കിൽ കായന് ശേഷം ഇന്നയാൾ, സേത്തിന് ശേഷം ഇന്നയാൾ എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വംശാവലിക്ക് ശേഷമോ വംശാവലിക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അനേക സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഹെബ്രായ വാക്ക് തന്നെയാണ് ഇവിടെ ജോയൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ജോയൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ്, ഇസ്രായേലിന് സംഭവിക്കാനുള്ള ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് പറഞ്ഞ്, അതിനുശേഷം ഇങ്ങനെ സംഭവിക്കും, എൻ്റെ പുത്രീപുത്രന്മാർ അവർ പ്രവചിക്കും, അവർ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും, എൻ്റെ ദാസന്മാരുടെയും ദാസിയുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന, അതായത് ചില കാര്യങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമാണ് അതിന് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതേ വാക്യത്തെ ഇപ്പുറത്തെടുത്ത് പത്രോസ് എടുത്ത് വ്യാഖ്യാനിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത് അതിൻ്റെ പൂർത്തീകരണമാണെന്ന് പറയുമ്പം പത്രോസ് ഇവിടെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഇതാ അന്ത്യകാലം തുടങ്ങിക്കഴിഞ്ഞു, അന്ത്യകാലത്തിൻ്റെ ആരംഭം ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യകാലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ ആ ഒരു സമയത്താണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതാ 2000 വർഷം തുടങ്ങി നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ റൂമറുകൾ കേട്ടു, ലോകം അവസാനിക്കാൻ പോണ്, കർത്താവിൻ്റെ ദിനം വരുന്നു, ദൈവത്തിൻ്റെ ദിവസം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടു, ഒത്തിരി സുവിശേഷ പ്രഘോഷകരും. ഇനി കൾട്ട് ടീമുകളും, അതായത് ദൈവവചന വിരുദ്ധമായി പഠിപ്പിക്കുന്ന എംപറർ എമ്മാനുവൽ പോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകളും ഇതേ കാര്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്.
അവരതിനെ ഉപയോഗിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ്. കാരണം ഒന്ന് രണ്ട് പേര് എൻ്റെ വീട്ടിൽ വന്ന് കയറി, അവരും എന്നോട് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. ഇത് അന്ത്യകാലം സംഭവിച്ചു. അപ്പം അന്ത്യകാലം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ അറിവോ അടിസ്ഥാനപരമായ വിവരമോ ഇല്ലാത്തവരാണ് ഇത്തരം അബദ്ധങ്ങളിൽ പോയി വീഴുന്നത്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ എംബററിൻ്റെ ഒരു വീഡിയോ കണ്ട്, അത് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അത് അയച്ചു തന്നത്. ഞാൻ ആ വീഡിയോ പരിശോധിച്ചു. അത് ആദ്യ കുർബാന സ്വീകരണമാണ്, ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവിടെ കൂടാരത്തിൽ നടന്ന ഒരു ആദ്യ കുർബാന സ്വീകരണം ഏകദേശം കൃത്യമായ ഒരു അപ്രോക്സിമേറ്റ് കണക്കൊന്നുമില്ല, എന്നാൽ നമ്മളിങ്ങനെ വെറുതെ ഒരു കൂട്ടം കാണുമ്പോൾ നമുക്ക് കാണാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു കണക്കെന്ന് പറയുന്നത് എന്തായാലും ഒരു 500-ലധികം പിള്ളേരുണ്ട് ആദ്യ കുർബാന സ്വീകരണം നടത്താനായിട്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ ചെക്ക് ചെയ്തു, അതിലുമുണ്ട് ഏകദേശം ഒരു 500-ലധികം പിള്ളേർ. എന്താണ് ഒരു കാത്തലിക് ബിലീവ്സിൽ നടക്കുന്നത്, അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഈ എംബറർ ടീമുകൾ. കാരണം നമ്മളിവിടെ കാത്തലിക് ബിലീവ്സിൽ നമുക്കുണ്ട് ആദ്യ കുർബാന സ്വീകരണമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ അവിടെയും ഫോളോ അപ്പ് ചെയ്യുന്നു. അവരതേ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഒരുമിച്ച് കുട്ടികൾ വന്ന് അവിടുത്തെ, അതായത് കത്തോലിക്ക സഭയിൽ നിന്നും പോയിരിക്കുന്ന, എംബറാണ് ശരി എന്ന് പറഞ്ഞ് പോയിരിക്കുന്ന 1-2 പുരോഹിതർ അവിടെയുണ്ട്. പുരോഹിതരെന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില വ്യക്തികൾ. ഇങ്ങനെയുള്ളവർ അവിടെ ഈ അച്ഛന്മാരിടുന്ന അതേ കാപ്പയും ലോഹയും ഈ കാര്യങ്ങളെല്ലാം ഇട്ട് അതേ രീതിയിൽ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. അവർ പറയുന്ന ഒരു പുരോഹിതരാണെന്ന് പറയുന്നത്, അവർ വിവാഹം ചെയ്ത് ജീവിക്കുന്നവരാണ്, അത് മറ്റൊരു കാര്യമാണ്. ഇനി അങ്ങനെ ജീവിക്കുന്ന ആ വ്യക്തികൾ തന്നെയാണ് ഇവർക്ക് ആദ്യ കുർബാന സ്വീകരണം കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇവർ എന്തിനാണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്? അതായത് ഞങ്ങൾ കത്തോലിക്ക സഭയുടെ ഒരു വിഭാഗം തന്നെയാണെന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, എങ്ങനെയെങ്കിലും അവരെ കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ സഭ പഠിപ്പിക്കുന്നതിന് നേർവിപരീതമായ കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും സഭയുടെ ചില പ്രബോധനങ്ങളെ ശക്തമായി എതിർക്കാറുണ്ട്. പക്ഷേ ഞാൻ എതിർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവീകമായിട്ടുള്ള, അതായത് കൗദാശികപരമായിട്ടുള്ള കാര്യങ്ങൾ, കാനോണികമായിട്ടുള്ള പല കാര്യങ്ങൾ ആദിമസഭ പ്രോപ്പറായിട്ട് അനുസരിച്ചിരുന്നതും ഫോളോ അപ്പ് ചെയ്തിരുന്നതുമായ കാര്യങ്ങളെ ഞാൻ പലപ്പോഴും എതിർക്കാറില്ല. എന്നാൽ അതിനുശേഷം കടന്നു വന്ന, ഏകദേശം 7-ാം നൂറ്റാണ്ട് മുതൽ കടന്നു വന്ന പലവിധ തെറ്റുകളും, അതായത് അധികാരത്തിന് വേണ്ടി പലവിധ നൂലാമാലകളും ഇതിലേക്ക് വലിച്ചഴച്ച കാര്യങ്ങൾ, അപ്പസ്തോലികമല്ലാതെ ആദിമസഭാപിതാക്കന്മാർ പറഞ്ഞതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റായി പറയുന്ന പല കാര്യത്തെയും ഞാൻ ശക്തമായി എതിർക്കാറുണ്ട്. അല്ലാതെ ആദിമസഭാപിതാക്കന്മാർ പറഞ്ഞതും അപ്പസ്തോലികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എതിർക്കാറില്ല. കാരണം അത് ദൈവികമാണെന്ന് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും ഈ വിഗ്രഹാരാധന പോലെയുള്ള കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ തെറ്റാണെന്ന് നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അതേ പ്രശ്നമാണ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എംബറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അനേക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുകയും അതിന് വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പം അത് കാണുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു കാത്തോലിക് വിഭാഗം തന്നെയാണെന്ന് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? കാരണം അവർക്കറിയാം മറ്റൊരു വിശ്വാസത്തിൽ നിന്നും വരുന്നതിനേക്കാൾ ബഹുഭൂരിപക്ഷം ലഭിക്കുന്നത് അവർക്ക്, അവരുടെ വിശ്വാസികളായ അടിമകളായ അവർക്ക് ലഭിക്കുന്നത് ഈ കാത്തലിക് ഫെയ്ത്തിലുള്ളവരാണ്. കാരണം അവരവിടെ മാതാവിനെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. ഇവിടെ കാത്തലിക് ബിലീവ്സിൽ മാതാവിന് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ വർഷിപ്പ് രീതികൾ, പ്രാർത്ഥന രീതികൾ, ഇതിനെ മറയാക്കിക്കൊണ്ടാണ് അവർ മാതാവ് ജ്ഞാനമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് അവരെ ആകർഷിക്കുന്നത്. അവർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന വാക്കാണ് അന്തിമ കാലഘട്ടം. ഇതാണ് അന്തിമ കാലഘട്ടം. ഇപ്പോൾ വെളിപ്പെടുന്ന സുവിശേഷമാണ് ഇവിടെ സിയോനിൽ, അല്ലെങ്കിൽ പൊന്നാറ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അവർ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും വ്യക്തമായി പത്രോസ് അപ്പസ്തോലൻ, ആദ്യത്തെ മാർപ്പാപ്പയെന്ന് നമ്മൾ അഭിമാനിക്കുന്ന അപ്പസ്തോലനായ പത്രോസ് വളരെ വ്യക്തമായി തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ വ്യക്തമായി പറയുകയാണ്, ഇതാ അന്തിമ കാലഘട്ടം വന്നു കഴിഞ്ഞു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ജോയൽ പ്രവചനം. ജോയലാകട്ടെ ഒരിക്കലും ഹെബ്രായ വാക്കുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പകരം അതിനുശേഷം ആഫ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് വ്യക്തമായി ഇതാ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് വെളിപ്പെടുത്തി. അതായത് പുതിയ നിയമ റെവലേഷൻ്റെ ആദ്യം തന്നെ പറയുന്ന കാര്യം ഇതാണ്, അന്തിമ കാലഘട്ടം ആരംഭിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് 2000-ലല്ല, 2026-ലല്ല, ഇനിയുള്ള കാലഘട്ടത്തിലൊന്നുമല്ല അന്തിമ കാലഘട്ടം ആരംഭിക്കുന്നത്. ആ കാലഘട്ടം ആരംഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച ദിനം മുതൽ അന്തിമ കാലഘട്ടം തുടങ്ങുകയാണ്. യേശുവിൻ്റെ 2ാം വരവോടുകൂടെ അത് പൂർത്തിയാകുന്നു. ഇതൊരു വലിയ കാലഘട്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ദിവസമോ ഒരു സെക്കൻഡോ ഒന്നുമല്ല, ഒരു ദീർഘമായ ഒരു കാലഘട്ടമാണെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് വ്യക്തമായി മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ജോയൽ പറഞ്ഞതിൻ്റെ പൂർത്തീകരണം
കാരണം പത്രോസ് ഇവിടെ പറഞ്ഞു വെക്കുമ്പം പത്രോസ് വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ ജീവിക്കുന്ന ഈ കൃപയുടെ യുഗം മുഴുവൻ അന്തിമ കാലഘട്ടത്തിൻ്റെ ആദ്യം മുതൽ അത് അവസാനം വരെയാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പത്രോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വ്യക്തമായിട്ട് പറയുകയാണ്, ഇന്ന് പുതിയ നിയമത്തിൻ്റെ മക്കൾ, അവരിൽ പ്രവചനങ്ങൾ ഉണ്ടാകും, അവർ ദർശനങ്ങൾ കാണും, അവർ സ്വപ്നങ്ങൾ കാണും, അത് ലോകത്തോട് അവർ വെളിപ്പെടും. അത് പുത്രന്മാരും പുത്രിമാരും മാത്രമല്ല, യുവാക്കന്മാരും മാത്രമല്ല, യുവതികൾ മാത്രമല്ല, വൃദ്ധന്മാരും അത് കാണുകയും കേൾക്കുകയും ദാസന്മാരുടെയും ദാസിമാരുടെയും പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്യുമെന്നും വ്യക്തമായി ഇതാ പത്രോസ് വെളിപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ അപ്പസ്തോല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവരുടെ മേൽ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. അവരുടെ മേൽ കൈകൾ വെച്ച് അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, ശക്തമായ പ്രവചനങ്ങൾ സംഭവിച്ചു. ഇത് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വ്യക്തമായ കാര്യമാണ്. ഇന്ന് ഒരു വ്യക്തി ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളായി ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഉള്ളവനെയാണ് ദൈവത്തിൻ്റെ സഭയെന്നും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടമെന്നും കർത്താവിൻ്റെ പുതിയ യുഗത്തിൻ്റെ സഭയെന്നും പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടമാണ്, കൂട്ടപ്പെടുന്ന ഒരു സഭയാണ് പുതിയ നിയമസഭ. അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ്റെ ഭാഗം മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അത് ശരിയല്ല. കാരണം ഒരു ഡിനോമിനേഷൻ്റെ ഭാഗമായിട്ടല്ല ദൈവം ഇതിനെ കൂട്ടിച്ചേർക്കുന്നത്. ആരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ ആ പരിശുദ്ധാത്മാവുള്ളവരുടെ കൂട്ടമാണ് യഥാർത്ഥ സത്യസഭ എന്ന് നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സംഖ്യാപുസ്തകത്തിൽ ഇതിൻ്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഖ്യ അതിൻ്റെ 11-ാം അധ്യായം 25-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു, പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. ഇവിടെ സംഖ്യാപുസ്തകത്തിൽ കാണുന്ന 70 നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ദൈവം പറയുകയാണ്, മോശയുടെ മേൽ നൽകിയ അഭിഷേകത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് ഈ 70 പേരുടെ മേൽ നൽകി. ഇതൊരു ലിമിറ്റഡ് കാര്യമാണ്. അതായത് സംഭവിക്കാനിരിക്കുന്ന ജോയലിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് മുൻപേ, ജോയൽ വരുന്നതിനോ ജീവിക്കുന്നതിനോ പ്രവചിക്കുന്നതിനോ ഒക്കെ മുൻപേ അതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ സംഭവിക്കുകയാണ്. ഇതാ 70 പേരുടെ മേൽ മോശയുടെ മേലുള്ള ചൈതന്യത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഒരു പങ്ക് കൊടുത്തപ്പോൾ അവർ ആത്മാവിൽ നിറയുകയും അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുകയും ചെയ്തു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ സകല മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെക്കുറിച്ചും അവർ പ്രവചിക്കുകയും ദർശനങ്ങൾ കാണുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു നിഴലാണ് ഇവിടെ സംഖ്യാപുസ്തകത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം എവിടെ സംഭവിച്ചു തുടങ്ങുന്നു? പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഇതാ 120 മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്ന് അത് സംഭവിച്ചു എന്ന് പത്രോസ് അവിടെ വെളിപ്പെടുത്തുന്നു. ഇനി അതിൻ്റെ അടുത്ത എക്സ്റ്റൻഷനിലേക്ക് വന്നാൽ ഇത് എല്ലാ കാലവും സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും സംഭവിക്കണം. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം, ഇന്നും പ്രവചനങ്ങൾ ഉണ്ടാകണം, ഇന്നും ദർശനങ്ങൾ ഉണ്ടാകണം, ആത്മാവിലുള്ള ആരാധന ഉണ്ടാകണം. അതൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അന്ന് പത്രോസിൽ അവസാനിച്ചതല്ല, അപ്പസ്തോലന്മാരിൽ തീർന്നു പോകുന്നതല്ല. അത് ഈ 2000 വർഷക്കാലവും അന്തിമ കാലഘട്ടം മുഴുവൻ യുഗാന്ത്യം വരെ, അതായത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ അത് തുടർച്ചയായി തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് വ്യക്തമായി ദൈവവചനത്തിൽ പറയുന്നു. ഇനി അതിനുശേഷം പറയുകയാണ്, ആകാശത്തിലെ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും അവിടെ സംഭവിക്കുമെന്നും അതിനുശേഷം കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായി മാറും, ചന്ദ്രൻ രക്തമായി മാറുകയും ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുക. പലപ്പോഴും ഞാൻ പറഞ്ഞു, ചന്ദ്രൻ രക്തമായി മാറി അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഈ എംപറർ കൾട്ട് ഗ്രൂപ്പുകാർ ഇവിടുത്തെ പാവം വിശ്വാസികളെ പറ്റിക്കും. എന്നിട്ട് അവർ നേരെ കടന്നു വരുന്നൊരു വാക്യമാണ് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യം എടുത്തുകൊണ്ട്, അതായത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ഒരു സുവിശേഷം ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് അവസാന കാലം. ഇപ്പോഴാണ് ആ സുവിശേഷം വെളിപ്പെടുന്നത്. ഇത് വെളിപ്പെടുത്തിയത് പൊന്നാറ സാറാണ്. ഇദ്ദേഹം ഒരു കൾട്ട് ഗ്രൂപ്പിൻ്റെ അംഗമായിരുന്നു. കത്തോലിക്ക സഭയിലെ പണ്ടത്തെ ഒരു പ്രീച്ചറൊക്കെ ആയിരുന്നു, സുവിശേഷകനായിരുന്നു. എന്നാൽ
അദ്ദേഹം വഴിതെറ്റി പോകുന്ന സമയത്ത് ദൈവവചന വിരുദ്ധമായി ഇങ്ങനെയുള്ള കൾട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം മുതൽ അപ്പോൾ തന്നെ അദ്ദേഹത്തെ ബാൻ ചെയ്യുകയും, എന്നാൽ അദ്ദേഹം തമിഴ്നാടിൻ്റെ ഒരു ഗ്രൂപ്പുമായി ചേർന്ന് ഇതാ ഒരു യേശു വീണ്ടും തൻ്റെ രക്തത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകളെ കൂട്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന എംബറർ ഗ്രൂപ്പ്. എന്നാൽ ഇന്ന് അതിന് കൃപാതീതമായൊരു വർധനവുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരം വർധനം ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, സഭയുടെ പല പ്രബോധനങ്ങളും അവർക്ക് അനുകൂലമാണ്. ഒന്ന്, മാതാവ് അമലോത്ഭവമാണെന്നുള്ളൊരു പ്രബോധനം അവരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. മാതാവ് സഹരക്ഷകയാണ് എന്ന് പറയാതെ പറഞ്ഞു വെച്ചത് സ്പിരിറ്റ് ഇൻ ജീസസിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ എംബറർ കൾട്ട് ഗ്രൂപ്പിനെ പോലെയുള്ള അനേകമുള്ള മരിയൻ തിയോളജിക്കൽ ഗ്രൂപ്പ്, അത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചൊരു സംഭവമൊന്നുമില്ല. സഭ അത് നിഷേധിക്കുമ്പോഴും സഭ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഭയിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അനേകമായി സഭയ്ക്ക് ലെറ്റർ എഴുതിയതാണ്, മാർപ്പാപ്പയ്ക്ക് ലെറ്റർ എഴുതിയതാണ്, മാതാവിനെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണം 2-ാം വത്തിക്കാൻ സൂനോദോസിൽ എന്ന് പറഞ്ഞ്. അന്ന് പ്രഖ്യാപിക്കാത്തതിൻ്റെ ആ ഒരു പ്രശ്നം ഇന്നും, അല്ലെങ്കിൽ ഒരുപാട് അന്ന് കൃത്യമായി പറഞ്ഞാൽ മതി, അങ്ങനെയല്ല, സഹരക്ഷകയല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ സൈലൻ്റ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എംബറർ പോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ഈ സഭയിൽ, അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയുടെ അകത്ത് തന്നെ അതിൻ്റെ ഒരു ബി ഗ്രൂപ്പായി നിലനിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് എന്ന് വ്യക്തമായി നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ ലുത്തിനിയ, ജപമാല പ്രാർത്ഥന, ഇതിലെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷനുകളുണ്ട് എന്ന് പരിശോധിച്ചാൽ അറിയാം. കാരണം ജ്ഞാനമാണ് മാതാവെന്നും മാതാവ് ദൈവമാണെന്നും പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ എടുത്ത് ഇവർ പഠിപ്പിക്കുമ്പം അവരെല്ലാം ഉപയോഗിക്കുന്നത്, നമ്മൾ ഇന്ന് ലുത്തിനിയ ചെല്ലുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് മാതാവ്, ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് മാതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയാതെ ചൊല്ലുന്ന, ഉരുവിടുന്ന ആ ലുത്തിനിയയുടെ എക്സ്റ്റൻഷനാണ് ഇന്ന് എംബറർ എമ്മാനുവൽ പോലുള്ള കൾട്ട് ഗ്രൂപ്പുകൾ. നമ്മൾ സങ്കടപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പുകളിൽ അനേകം പേർ ഈ പറയുന്ന കൾട്ടിൽ പെട്ടുപോയിട്ടുള്ള കാര്യമില്ല. അതിൻ്റെ കാരണക്കാർ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ്. നമ്മളാണ് അവർക്ക് വാതിൽ തുറന്നിട്ട് കൊടുത്തത്, നമ്മളാണ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവസരങ്ങളും കൊടുത്തത്. ഇന്നും നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പോഴും കുർബാന എങ്ങോട്ട് ചെല്ലണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകുലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഇപ്പോഴും കുഞ്ഞാടുകളെ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ഒരു ആട്ടിടയിനും യാതൊരുവിധ വേവലാതിയുമില്ല. ഞാൻ പറഞ്ഞു, ഈ വീഡിയോ ഞാൻ കണ്ടു, അതായത് ആദികുർബാന സ്വീകരണം നടക്കുന്ന ഒരു വീഡിയോ. 500-ലധികം കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയുമ്പം നമ്മളവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. 500-ലധികം കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 2000-ലധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടെങ്കിലാണ് ഓരോ വർഷവും 500-ലധികം കുഞ്ഞുങ്ങൾ ആദികുർബാന സ്വീകരണത്തിന് അവിടെ ഉണ്ടാകത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത് 2000-ലധികം കുടുംബം. 2000-ലധികം കുടുംബം ഉണ്ടെങ്കിൽ എത്ര ലക്ഷം ജനങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാകാം. അതായത് ഇന്ന് ഈ കേരളത്തിൽ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, ഇത്തരം ഒരു കൾട്ട് പ്രസ്ഥാനത്തിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ടാകാം. അതിന് അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിനെതിരെ പ്രബോധനം നടത്തുന്ന ഒരച്ഛന്മാരെ ഞാൻ കണ്ടില്ല, നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു വ്യക്തിയെയും ഞാൻ കണ്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ആത്മാവിൻ്റെ വേദനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പരസ്പരം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ അവസാന കാലത്ത് വെളിപ്പെടാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവസാന കാലത്ത് വെളിപ്പെടുന്ന ഒരു സുവിശേഷം പൊന്നാറ കൊണ്ടുവന്നതല്ല. യഥാർത്ഥത്തിൽ പത്രോസ് ഇത് പറയുന്നത്, തൻ്റെ ലേഖനത്തിൽ പത്രോസ് ഇത് വെളിപ്പെടുത്തുന്നത് ജോയേൽ പ്രവചനത്തിൽ പത്രോസ് തന്നെ പറയുകയാണ്. ജോയേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഇതാ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, അപ്പസ്തോലന്മാരിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട സുവിശേഷം, അത് അവസാന കാലത്തിൻ്റെ ആരംഭമാണ് എന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ പത്രോസ് തന്നെ ഇതാ തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്. അവസാന കാലത്ത് വെളിപ്പെടാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ, ആ രക്ഷ യേശുക്രിസ്തുവിന്റെ രക്ഷയാണ്, പുതിയ നിയമത്തിൻ്റെ രക്ഷയാണ്, കൃപായുഗത്തിൻ്റെ രക്ഷയാണ്. അതാ ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് എന്നാണ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. അല്ലാതെ POC ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എടുത്തു വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊന്നാറ സാറ് ഇതാ അത് അവസാന കാലം ഇപ്പോഴല്ലേ, ഇത്രയും കാലം അവസാന കാലമല്ലല്ലോ, ഈ യുഗത്തിൻ്റെ അന്ത്യം നമ്മളിലല്ലേ വന്നിരിക്കുന്നത്, ഈ 2000 വർഷത്തിലല്ലേ അവസാന കാലം, ഇപ്പോഴല്ലേ അന്തിമ യുഗം എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാർ സാർ കരഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ, ജനങ്ങളെ പറ്റിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്ന ഈ പറയുന്ന പാവം മരിയൻ വിശ്വാസികളെ, അല്ലെങ്കിൽ മരിയൻ അപകടകരമായ തിയോളജിക്കൽ മേഖലകളിൽ മാത്രം അന്ധമായി വിശ്വസിക്കുന്ന അന്ധകാരം നിറഞ്ഞ വിശ്വാസികൾ അതിൽ പെട്ടുപോകുമ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, അത് സംഭവിക്കും. കാരണം ദൈവവചനം സഭയിൽ പഠിപ്പിക്കാത്തതിൻ്റെ, സുവിശേഷം ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കാറ്റീസം പിള്ളേരെ
സുവിശേഷം പഠിപ്പിക്കാൻ, ദൈവവചനം പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക. ഇനി 1 പത്രോസ് 1:5 വാക്യത്തിൽ നമ്മളത് കണ്ടു. അതിൻ്റെ 20 വാക്യം വരുമ്പം, അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ നിയോഗിക്കപ്പെട്ടവനും ഈ അവസാന കാലത്ത് വെളിപ്പെട്ടവനുമാണ് എന്ന് വ്യക്തമായിട്ട് പറയുക. അതായത് ഫ്യൂച്ചർ ടെൻസിൽ തന്നെയാണ്, അല്ല പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവനാകട്ടെ, യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുക, ലോകസ്ഥാപനത്തിന് മുൻപേ നിയോഗിക്കപ്പെട്ടവനും എന്നാൽ ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെട്ടവനുമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ വെളിപ്പെട്ടു. എപ്പോൾ വെളിപ്പെട്ടു? ഈ അവസാന കാലത്ത്, അന്ത്യകാലത്ത് വെളിപ്പെട്ടു. അപ്പോൾ ഈ വാക്യത്തിനെ എങ്ങനെ എംബറർ എക്സ്പ്ലെയിൻ ചെയ്യും? കാരണം അവസാന കാലഘട്ടം 2020 ആണ്, അല്ലെങ്കിൽ 1995 ശേഷമാണ്. പൊന്നാറയ്ക്ക് ഏതോ ഒരു സ്ത്രീയിൽ പിറന്ന ഒരു കുഞ്ഞാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുമ്പം അവിടെ വരുന്ന അപകടകരമായ അവസ്ഥ ഇതാണ്. അവർ പറയുകയാണ് ഇതാണെന്ന് പറയുക. എന്നാൽ പത്രോസ് പറഞ്ഞ എന്താ? അന്ന് വെളിപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ വരവും അവൻ്റെ രക്ഷയും പൂർത്തീകരണത്തെക്കുറിച്ചാണ് വ്യക്തമായി പത്രോസോട് വെളിപ്പെടുത്തിയത്. രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളൊന്നും അല്ല ഇത്. പക്ഷെ ഇതിനെ എടുത്ത് ബൈബിൾ അറിയാൻ പാടില്ലാത്ത പാവം മൊണ്ണ വിശ്വാസികളുണ്ടല്ലോ, ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ ബോധ്യമില്ല. ആകെ അവർക്ക് അറിയാവുന്നത് ജപമാല എങ്ങനെ ചുരുട്ടി നടക്കാൻ അറിയാം, വേറൊന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള പാവങ്ങളെ കബളിപ്പിക്കുന്ന, പാവങ്ങളെ നശിപ്പിക്കുന്ന, ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന പൊന്നാറയുടെയും കൂട്ടരുടെയും ഈ വക കബളിപ്പിക്കൽ ഇനിയെങ്കിലും നിർത്തണം. അങ്ങനെ നിർത്തണമെങ്കിൽ, നമ്മുടെ സഭയിലെ വിശ്വാസികൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവവചനം അവരെ പഠിപ്പിക്കണം എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. 1 പത്രോസ് 1:20 മാത്രമല്ല, 1 യോഹന്നാൻ 2:18 വ്യക്തമായിട്ട് യോഹന്നാൻ നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂറാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം എതിർ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂർ ആണെന്നാണ് യോഹന്നാൻ പറയുന്നത്. അതായത് എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്. എംബററിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും അവർ നിരന്തരമായ ആദ്യത്തെ കോഴ്സിൽ അവർ ഉപയോഗിക്കുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ സമയത്തൊന്നും എതിർ ക്രിസ്തു വന്നില്ല. ഒറിജിനൽ വരുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റും വരുന്നത്. ഒറിജിനൽ വരേണ്ട സമയത്താണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. കാരണം 2000 നോട്ടിൻ്റെ ഒറിജിനൽ ഉള്ളത് കൊണ്ട് 2000 നോട്ടിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും 150 രൂപയുടെ നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കാരണം 150ൻ്റെ ഒറിജിനൽ നോട്ടില്ല, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒറിജിനലിൻ്റെ വരവ് വരുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. ഇതാ യേശു ആണെന്ന് പറഞ്ഞ് ഫ്രാൻസിൽ ഒരാൾ വന്നു, ബ്രസീലിൽ ഒരാൾ വന്നു, ഇറ്റലിയിൽ ഒരാൾ വന്നു, താൻ യേശു ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം 2000-ന് ശേഷം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് വീഡിയോ കുറച്ച് കാണിക്കും. ഈ വീഡിയോ കാണുമ്പോൾ പാവം വിശ്വാസികൾ, അയ്യോ അങ്ങനെ സംഭവിച്ചോ? ഇതാ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ മുരിയാട് വന്നിരിക്കുന്നു, കൂടാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇവിടെയൊക്കെ പൊന്തുന്നത്. അപ്പോൾ ഒറിജിനൽ വന്നതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരങ്ങൾ പഠിപ്പിക്കും. സത്യത്തിൽ ഈ പാവം വിശ്വാസികൾ അതിനകത്ത് പെട്ടുപോവുകയും ചെയ്യും. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂറാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം എതിർ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവവചനം പറയുകയാണ്. ഗമാല് ഇത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഗമാലിയേൽ, പൗലോസിൻ്റെ പഠിപ്പിച്ച ഗുരുവായ ഗമാലിയേൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പലർ താൻ മിശിഹായാണെന്ന് പറഞ്ഞു വന്ന അനേകരുണ്ട്, എന്നാൽ അവരെല്ലാം നശിച്ചുപോയി. ഈ യേശു ക്രിസ്തു ഇത് യഥാർത്ഥ മിശിഹ അല്ലെങ്കിൽ ഇവരും ഇവരുടെ കൂട്ടവും നശിച്ചു പോകും. എന്നാൽ നശിച്ചു പോയതല്ല നമ്മൾ കാണുന്നത്. 2000 വർഷമായിട്ട് ലോകം മുഴുവൻ ക്രിസ്തീയ വിശ്വാസം കീഴടക്കിയതാണ്. അപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് അത് ശക്തമാണെന്നും ശരിയാണെന്നും നമുക്ക് വിശ്വസിക്കാം. എന്നാൽ രണ്ടാം വരവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ യോഹന്നാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇപ്പോൾ തന്നെ എതിർ ക്രിസ്തു ഇവിടെയുണ്ട്, ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അനേകം പേർ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുണ്ട്. അല്ലാതെ 2000-ൽ വന്നതല്ല, 1900-ൽ വന്നതല്ല, 1800-കളിൽ വന്നതല്ല എതിർ ക്രിസ്തുമാർ. ഇത് 2000 വർഷം മുൻപേ തുടങ്ങി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്ന, കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂറാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പൊന്നാറ പറ്റിച്ചിരിക്കുന്ന ഈ പാവം കുഞ്ഞാടുകളോട്, പാവപ്പെട്ട വിശ്വാസികളോട്, മാതാവിനെ മാത്രം അറിയാവുന്ന, മാതാവിനെ ദൈവമായി ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വഴിതെറ്റിയ കൂട്ടത്തോട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, അന്തിമ കാലഘട്ടം, അന്തിമ യുഗം എന്ന് പറയുന്നത് ഇത് 2000 വർഷമായി തുടങ്ങിയതാണ്, ഇന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ആണ്. അതായത് ഒരാളല്ല, രണ്ടാളല്ല, ചെറിയ കൂട്ടമല്ല, വലിയ കൂട്ടങ്ങളായി ഇത് മാറുന്ന അവസ്ഥകൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 500-ലധികം പേർ വഴിതെറ്റി നടക്കുന്ന, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരിക്കലും അത് ക്രിസ്തുവിൻ്റെ കുർബാനയല്ല, യേശു ക്രിസ്തുവിൻ്റെ കുർബാനയായിട്ട് നമുക്കതിനെ കൂട്ടാനേ പാടില്ല. അത് അന്ത്യത്താഴമല്ല ഒരിക്കലും, അത് സാത്താൻ്റെ ബലിയായിട്ടാണ് എംബറൽ നടക്കുന്നത്. ഇനി
അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഈ കുഞ്ഞുമക്കൾ 500-ലധികം പേർ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് സ്വീകരിച്ച് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണിത്. അന്ത്യകാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇതുപോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ശക്തമായി കടന്നു വരികയും അതിനെതിരെ ഒരു വിരൽ പോലും അനക്കാതെ അതിന് എല്ലാവിധ വാതിലുകളും തുറന്നിട്ട് കൊടുക്കാൻ നമ്മുടെ നേതാക്കന്മാർ ദൈവവചനം പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അന്ത്യകാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ തെളിവുകളെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുക. അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പം അപ്പസ്തോലന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്: അന്ത്യകാലഘട്ടം യേശുക്രിസ്തുവിലൂടെ തുടങ്ങുകയും യേശുവിൻ്റെ രണ്ടാം വരവ് വരെ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാലഘട്ടമാണ്. യുവാക്കന്മാർ പ്രവചിക്കുന്ന, രക്തം കാണുന്ന, അല്ലെങ്കിൽ ആകാശത്തിലും ചന്ദ്രനിലും സൂര്യനിലുമൊക്കെ അടയാളങ്ങൾ കാണുന്ന ഒരു വലിയ കാലഘട്ടം. അവിടെ 21-ാം വാക്യം പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഏകസത്യതയുമായി യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ മാത്രം രക്ഷ പ്രാപിക്കും. അല്ലാത്തവനെക്കുറിച്ച് യാതൊന്നും വചനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എംബറർ ഉണ്ടാക്കിയ, പൊന്നാറ ഉണ്ടാക്കിയ ആ ഒരു യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല രക്ഷ പ്രാപിക്കുന്നത്. സർവശക്തനായ യേശു ക്രിസ്തുവിനെ, അപ്പസ്തോലന്മാർ പ്രഖ്യാപിച്ച യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അത് തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാം, അത് തന്നെ നമുക്ക് ശക്തമായി കൈപിടിക്കാം. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒരു വാൾ പോലും നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ, ഈ പറയുന്ന കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.